ഹേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചിക്കൻ അച്ഛൻ്റെ നേതൃത്വത്തിലൊരു പുതിയൊരു അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. പരിപാടികളൊക്കെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാൾക്ക് മുന്നേ ഇതുപോലെ കസിൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് ചിക്കൻ്റെ വില ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിന്നൊരു ചിക്കൻ കൊണ്ടൊരു പരീക്ഷണം നടത്താം എന്ന് വിചാരിക്കും. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി. അപ്പോൾ ആളാണ്, നല്ല പുകയുണ്ട്. അപ്പോൾ ഉള്ളി സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള കഴിഞ്ഞിട്ട് പിന്നെ എന്തിട്ടെ അത് വെറുതെ എന്നിട്ട് സാധനം മിർച്ചി, അതായത് മുളക്. അപ്പം അങ്ങനെ പരിപാടികളെല്ലാം ഇതൊക്കെ ഉണ്ട്. ഇവിടെ ശ്രീകുട്ടനാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കണമെന്നാണ് പുള്ളിയുടെ വിചാരം. ആ നിപ്പുണ്ടല്ലേ അങ്ങനെ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഒരു എക്സ്ട്രാ ലൈറ്റ് വളരെ പോരായ്മയുണ്ട്. അപ്പോൾ എക്സ്ട്രാ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്യൂബ് ലൈറ്റ് 2 നമ്മുടെ ഷോർട്ടിന് വെക്കുന്ന ലൈറ്റിങ് സെറ്റപ്പ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. പരിപാടികൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് നിരന്നിരിക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് സാധനങ്ങൾ. എന്തൊക്കെയാണെന്ന് പറഞ്ഞോടത്തെ ശിക്കുട്ടാ. ചിക്കനുണ്ട്, ഉപ്പുണ്ട്, സബോളയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, മല്ലിയുണ്ട്, ഇലയുണ്ട്, വേപ്പിലുണ്ട്, മുളകുണ്ട്, മഞ്ഞപ്പൊടി. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് അറിയാവുന്നതെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കറിവേപ്പില, അപ്പോൾ ചിക്കൻ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസാലകളെല്ലാം പുരട്ടി എല്ലാം ഇട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാവിധ മസാലകളും നമ്മളിട്ടുണ്ട്. ഗംഭീര പുകയാണ് ഗൈസ്, ഒരു രക്ഷയില്ല ഇവിടെ നിൽക്കാൻ. അപ്പോൾ അച്ഛൻ ഇളക്കലാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഉഷാറായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. അപ്പോൾ ചിക്കൻ കറി ഉടനെ തന്നെ ആകും എന്നാണ് പ്രതീക്ഷ. എന്താണ് ചിക്കൻ കറീനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ പറയും? ഇതുവരെ അച്ഛൻ ഉണ്ടാക്കി തന്ന ചിക്കൻ കറിയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ പുക മൊത്തത്തിൽ എന്താവും എന്നുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ശ്രീകുട്ടൻ പറയും, എന്താണ് ചിക്കൻ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും ആയിരിക്കോ? അപ്പോൾ ഇപ്പം വെച്ച ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ? കഴിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ അമ്മയുടെ പറയും, എന്താ എക്സ്പെക്ടേഷൻ തൊട്ട്? സൂപ്പറാണ്. എന്താകും എന്ന് നോക്കി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാന്നാണ് പറയണത്. അപ്പോൾ ഉടനെ തന്നെ ചിക്കൻ കറി റെഡിയാക്കി തരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു പഴയകാല ഒരു കഥയാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അതെ, ചിക്കൻ കറിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആൾ പറയാൻ പോകുന്നത്. നമുക്കൊന്ന് കേട്ടോ എന്താ സംഭവം. ഡോമിയിൽ പോയിട്ട് അപ്പം ഞാൻ കറിയൊക്കെ വെക്കാൻ ഞങ്ങൾ ആശാനെ കണ്ടടിക്കണം. അപ്പം ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ആശാനോട് പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല. സാധനം പറഞ്ഞാൽ ഇതൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കറി വെച്ചു. ഏത് ചിക്കൻ എന്നിട്ട് കുറവ് ഗരം മസാലയും അത് ഇതൊക്കെ ഇട്ടു. 30 ദിവസം കൊണ്ട് നമുക്ക് പ്രായം ആയിട്ടില്ല. ചെറിയ കളി കണ്ടിട്ടേ ചെക്കനോ കൊടുക്ക് ഇട്. ആ മതി. അപ്പോൾ ഗൈസ് നല്ല ചിക്കനും ബ്രെഡും കൂട്ടി അടിയാൻ പോവാണ്. അപ്പോൾ അത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട്?
ആ സൂപ്പർ. അപ്പോൾ അവിടെ ഗംഭീര അഭിപ്രായം പറയാണ്. ഭയങ്കരമായിട്ട് കലക്കാൻ പോണ എരിവച്ചിട്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഷെഫ് പറയൂ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് തോന്നണു. കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയും കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് ഒരു ചെറിയ തുടക്കം മാത്രം. കസിൻസ് എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു കുക്കിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിനി വരും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.